നമസ്കാരം എല്ലാവർക്കും. സബീഷ്, എന്തൊക്കെയാണ് വിശേഷം? നമ്മളൊരു ഫ്രണ്ടാണ്, സബീഷിനെ പരിചയപ്പെടുത്താം. എന്താണ് സബീഷെ പറ്റിയേ? എനിക്ക് പെട്ടെന്നൊരു ഊരയ്ക്കൊരു വേദന വന്നതിന് അത് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച്. ആദ്യം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ഒരു കോളേജിലേക്ക് ഷീട്ട് തന്നു. അപ്പോൾ കോളേജിലേക്ക് ഷീട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്ത് പറഞ്ഞയച്ചിരുന്നു. പിന്നെ വേദന എനിക്ക് സഹിക്കുന്നില്ല, വേദന മാറുന്നില്ല. അങ്ങനെ വീട്ടിൽ പോയി ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ, ഓർത്തോലൊരു ഡോക്ടറാണ് കാണിച്ചപ്പോൾ, അവിടുന്ന് എക്സ്റേ സ്കാനിങ് ഒക്കെ എടുത്ത് അപ്പം വേദന ആക്കില്ല, MRI എഴുതി തന്ന്. അങ്ങനെ MRI എടുത്ത് നോക്കിയപ്പോൾ ഈ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് നരമ്പയിൽ അമർന്നെടുക്കണ്. അപ്പം കുഴപ്പമാണ്. അപ്പം വേറെ ഓർത്തോനെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇത് സർജറി ചെയ്യേണ്ടി വരും പറഞ്ഞു. ഡിസ്കിൻ്റെ അതിൻ്റെ അവിടെ നരമ്പ് ജാമായിട്ട് ഒരു കാലിൻ്റെ കൊഴിഞ്ഞു പോയ മതി തന്നെ. തീരെ ഇല്ലാതെ എനിക്ക് ചവിട്ടാൻ കഴിയുന്നില്ല, തളർന്നു പോവുക കാല്, തീരെ ബലക്കുറവ്. അപ്പോൾ പറഞ്ഞ് MRI എടുത്ത് അതിൽ കണ്ടപ്പോൾ പറഞ്ഞ് ഇത് സർജറി ചെയ്യേണ്ടി വരും പെട്ടെന്ന് തന്നെ. അപ്പം ഞങ്ങൾ വേറെ ഒരു ഓർത്തോനെ കാണിച്ചു പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞ് ഒരു ഉച്ചിന് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. നല്ലൊരു ഉച്ചിന് നല്ലൊരാളെ കണ്ടിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഡോക്ടർ പറഞ്ഞു. അത് അത്ഭുതമാണല്ലോ, ഒരു ഓർത്തോന്റെ ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളെ എന്നെ കണ്ടെത്തി. അപ്പോൾ എനിക്ക് അറിയാൻ എൻ്റെ അമ്മമ്മേനൊക്കെ ഒരു 74 വയസ്സിൽ ഒഴിഞ്ഞ ആളുടെ അമ്മമ്മ ഒന്നായിട്ട് കൊഴിഞ്ഞു പോയതാണ്, സ്ട്രോക്ക് പറ്റിയിട്ട്. അപ്പം കൊഴിഞ്ഞു പോയി അമ്മമ്മ കിടപ്പിലായിപ്പോയി. അമ്മമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ വരെ എത്തി. അമ്മമ്മ എണീറ്റ് നടന്ന് ഓടി അന്തംസാറ് വരെ, അമ്മമ്മേൻ്റെ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ വരെ അമ്മമ്മ ഓടിപ്പോയി. എണീറ്റ് കൊഴിഞ്ഞ ഒരാൾ ഉഴിച്ചിലിൻ്റെ ആളിൽ അമ്മമ്മ എണീറ്റ് നടന്ന്. അപ്പോൾ ആ ആളെനിക്ക് അറിയണി. അപ്പം എൻ്റെ ഈ വേദനയും കാര്യങ്ങളും എനിക്ക് ഈ സർജറി ചെയ്യാന്നുള്ള ടെൻഷനിലായപ്പോൾ ഇത് എന്താണെന്നുള്ള ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്തുള്ള ഏട്ടനെ വിളിച്ചപ്പം പറഞ്ഞ് ഒരാളുണ്ട്, ഈ പേടിക്കണ്ട, ഞാൻ പോലെയും കൂട്ടി വരാമെന്നാണ്. അപ്പോൾ രാജാറിന് എനിക്ക് ധൈര്യം തന്നെ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ ഭർത്താവാണ് ഹോമിയോ ഡോക്ടർ പോലും ധൈര്യം തന്ന്. അപ്പോൾ രാകേഷ് ഏട്ടനാണ് എൻ്റെ ഏട്ടനാണ്. അപ്പോൾ ആളെയും കൂട്ടി വന്നവൻ പറഞ്ഞ് ഇത് പേടിക്കണ്ട, ഇത് നമുക്ക് മാറാനുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് രാകേഷേട്ടൻ്റെ കൂടെ ആ ആള് വരുന്നത്. അങ്ങനെ ഒരു ഫസ്റ്റ് 2 ഉയരം ഒഴിഞ്ഞപ്പം തന്നെ ഒരു ഉഴിച്ചിൽ തന്നെ എനിക്ക് പകുതി സമാധാനമായി. എനിക്ക് കാല് ആ തരിപ്പൊക്കെ കൂടി പോയി. പിന്നെ 2ാമത് ഉഴിച്ചിൽ അതിലും വലിയ ശക്തിയായി. പിന്നെ എൻ്റെ മനസ്സെന്നെ പറഞ്ഞ് എനിക്ക് എണീച്ച് നടക്കാം. എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഫൈസൽക്ക് അങ്ങനെ വന്നിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫൈസൽക്ക് അങ്ങനെ വന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളെ പേര് ഫൈസൽ എന്നാണ്. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ പൂർണ്ണമായി 2 കാലം കൊണ്ട് എണീച്ച് നടക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ 7 ദിവസത്തെ ചികിത്സയാണ് തീരുമാനിച്ചത്. അതിലിപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ. 5 ദിവസമായി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആശ്വാസം ഉണ്ടായി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ വേദന പോയി. എനിക്ക് നടക്കാന്നുള്ള എൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ വന്നു. ഒന്നും കൂടി ധൈര്യം കൂടിയിരിക്കും. അപ്പം തന്നെ പകുതി സൂക്കടിൻ്റെ മാറി. പിന്നെ വേദനയും കാര്യം പോയപ്പം തന്നെ എനിക്ക് ആക്കായി എന്നുള്ള ഒരു ധൈര്യം വന്നു. ഓക്കെ, സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം.